സോ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ്, സാഹചര്യത്തിലാണ് ഈ ക്രിപ്സ് മിഷൻ എന്ന സംഭവം ഇന്ത്യയിൽ വരുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, രണ്ട് തരം പാർട്ടികളാണ്, അല്ലെങ്കിൽ ടു പാർട്ടി സിസ്റ്റം ആണ് ബ്രിട്ടൻ ഫോളോ ചെയ്യുന്നത്. കൺസർവേറ്റീവ് പാർട്ടി, അതുപോലെ തന്നെ ലേബർ പാർട്ടി. അതിൽ കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൊളോണിയലിസ്റ്റ് മെന്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ റേസിസ്റ്റ് മെന്റാലിറ്റി ഉള്ള വിൻസ്റ്റൺ ചർച്ചിലിനൊക്കെ പോലുള്ള ആൾക്കാരാണ് അല്ലെ. വിൻസ്റ്റൺ ചർച്ചില് ഗാന്ധിയെ കുറിച്ച് അർദ്ധനഗ്നായ ഫക്കീർ എന്ന് പറഞ്ഞു, ഒരു സംതിങ് ലൈക്ക് എ റേസിസ്റ്റ് കോമന്റ് ആണ്. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് കോളനികളിൽ ജീവിക്കുന്ന ആൾക്കാർ രണ്ടാം കിട പൗരന്മാരാണ്. അവർക്ക് യൂറോപ്യൻസിന്റെ അത്ര ഭരിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കഴിവോ ഇല്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു അല്ലെ. സോ അദ്ദേഹം ഒരു കൺസർവേറ്റീവ് പാർട്ടി മെമ്പറായിരുന്നു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ മോഹങ്ങളെ എല്ലാ കാലത്തും എതിർത്ത് പോന്നിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ എനിവേ 1939 സെക്കൻഡ് വേൾഡ് വാർ ഔട്ട് ബ്രേക്ക് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് ബ്രിട്ടൻ, US, ചൈന, ഇതൊക്കെ അതുപോലെ USSR ഇവരൊക്കെ ഒരു ഭാഗത്താണ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം അന്നത്തെ വൈസ്രോയ് ആയിട്ടുള്ള ലിൻ ലിത്ഗോ നടന്നു. ലോർഡ് ലിൻ ലിത്ഗോ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന മന്ത്രിമാരോടോ വൈസ്രോയ് കൗൺസിൽ ഉണ്ടായിരുന്ന ആൾക്കാരോടോ ഒന്നും കൂടി ആലോചിക്കാതെയാണ് ഈ ഒരു തീരുമാനം. പക്ഷെ അത് ഒരുപാട് പ്രൊട്ടസ്റ്റിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലീഡേഴ്സ്, ഇന്ത്യയിലെ നാഷണലിസ്റ്റ് മൂവ്മെന്റ് നേതാക്കന്മാരൊന്നും ആ ഒരു തീരുമാനത്തോട് യോജിച്ചില്ല. അതിന് പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒന്ന്, ഗാന്ധിയെ പോലുള്ള ആൾക്കാർ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അവര് സ്വാതന്ത്ര്യം വേണമെന്നുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ടോളറൻസ് വേണമെന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ആൾക്ക് യുദ്ധം, അത്തരത്തിലുള്ള വയലൻസ് എന്നുള്ള കോൺസെപ്റ്റിനോട് എതിർത്ത് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിയുടെ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 20 വർഷം പിന്നോട്ട് പോയതെന്നുള്ള അഭിപ്രായമുള്ള സ്കോളേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. 1930 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടിയിരുന്നു. ഗാന്ധിയുടെ ഒരു നോൺ വയലൻസ് കാരണമാണ് ഇത്ര ലേറ്റ് ആയിട്ടുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. എനിവേ അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡാണ് ഇന്ത്യൻ നാഷണലിസ്റ്റ് ലീഡേഴ്സ് സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ 7ഓളം പ്രോവിൻസുകളിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവര് രാജിവെക്കേണ്ടത്. കോൺഗ്രസ് നേതാക്കന്മാർ അധികാരത്തിലെത്തുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ്. അപ്പൊ അതിൽ ഒരുപാട് ഡിസ്ക്രിപ്പൻസികൾ ഉണ്ട്. കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള പ്രൊവിൻസുകളിൽ ആരൊക്കെയാണ് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആക്കേണ്ടതെന്നുള്ള ഡിസ്കഷന് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ്സ് എ ഡിഫറെന്റ് മാൻ. ഇനി 1939 ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നു. അപ്പൊ അതിന്റെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രക്ഷോഭങ്ങൾ വരുന്നു. ഇന്ത്യൻ ലീഡേഴ്സ് അംഗീകരിക്കാതെ വരുന്നു. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റിലാണ് 1942 ജപ്പാൻ ബർമ്മ ഇൻവേഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ജപ്പാന്റെ ഒരു ഇൻവേഷൻ നടക്കുന്നു. ബർമയിലെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പൊ ബർമയിൽ നിന്ന് ഒരുപാട് കത്തുകളൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ഇന്ത്യയിലേക്ക്. ബർമയിലെ സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് ആണ്, ഒരുപാട് ആൾക്കാർ മരിച്ചു വീഴുന്നു, ഏത് നിമിഷവും ഇന്ത്യ ആക്രമിക്കപ്പെടാനുള്ള ഒരു കോൺസെപ്റ്റ്. സിംഗപ്പൂര് അന്ന് പരാജയപ്പെടുന്നുണ്ട് അല്ലെ. സിംഗപ്പൂര് പരാജയപ്പെടുന്നതോടുകൂടി അവിടുന്ന് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ പട്ടാളക്കാർ ജപ്പാന്റെ കൂടെ കൂടിയിട്ട് ബർമയെ ആക്രമിക്കാൻ വരുന്നു. അവർ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കോണ്ടെക്സ്റ്റ് വരും. ഇന്ത്യ അതുപോലെ തന്നെ ചൈന അടക്കം, ചൈന ഇപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. ജപ്പാൻ ഏത് നിമിഷവും ആക്രമിക്കാനുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ചൈനയുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഈ ഒരു യുദ്ധത്തിൽ ചേരാതിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് USSR, US അവരൊക്കെ മനസ്സിലാക്കും. അപ്പൊ അവര് പ്രഷറൈസ് ചെയ്യാണ് ബ്രിട്ടനെ. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇന്ത്യ എന്ത് ചെയ്യണം, ഈ ഒരു ഇന്ത്യ എന്നുള്ള ബ്രിട്ടീഷ് കോളനിയാണ് സ്റ്റിൽ, പക്ഷെ ഇന്ത്യ എന്ത് ചെയ്യണം, അവര് നേരിട്ട് ഈ ഒരു യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളൊരു പ്രഷർ വരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് ആക്കുന്നത്. ഇന്ത്യക്കാർക്ക് കുറച്ച് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇന്ത്യക്കാരെ തങ്ങളുടെ കൂടെ നിർത്താം. അപ്പൊ അതുവഴി ഇന്ത്യക്കാരെ മാൻ പവർ ചൈനയിലേക്ക് അയക്കാം. അതുപോലെ തന്നെ ബർമയിലെ ജാപ്പനീസ് ഇൻവേഷൻ തടുത്ത് നിർത്താം. പിന്നീട് അത് പരാജയപ്പെടുന്നുണ്ട്, ഇന്ത്യയിലേക്ക് എത്താതെ പോകുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. സോ അങ്ങനെയാണ് ഈ ഒരു ക്രിപ്സ് മിഷൻ എന്നുള്ളൊരു മിഷൻ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ കീഴിൽ, അദ്ദേഹം ഒരു ലേബർ മിനിസ്റ്റർ ആയിരുന്നു. കോളിഷൻ ഗവൺമെന്റ് ആയിരുന്നു അന്ന് ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിലിന്റെ കീഴിൽ കോളിഷൻ ഗവൺമെന്റ് ആയിരുന്നു. പക്ഷേ വിൻസ്റ്റൺ ചർച്ചിലിന് ഈ ഒരു മിഷനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അന്നത്തെ വൈസ്രോയ്ക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. വൈസ്രോയുടെ പ്രധാനപ്പെട്ട അഡ്മിറൽ ഇൻ ചീഫ് അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. പിന്നീട് ഇത് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതിനോട് യോജിപ്പുണ്ടായിരുന്നു. അപ്പോ ഇവരൊരു അത് അദ്ദേഹത്തിന്റെ കൂടെ വന്നിരുന്ന സ്റ്റെഫോർഡ് ക്രിപ്സിന്റെ കൂടെ വന്നിരുന്ന ലോർഡ് പ്രിവീസി എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രത്യേകിച്ച് ഒരു പോർട്ട്ഫോളിയോ ഒന്നും ഇല്ലാത്ത മിനിസ്റ്ററാണ്. ഇപ്പോഴും ആ പൊസിഷൻ ബ്രിട്ടീഷ് പാർലമെന്റിലാണ് ഇല്ലേ. സോ ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യയിലെ ലീഡേഴ്സ്, നാഷണലിസ്റ്റ് ലീഡേഴ്സ് സമ്പൂർണ്ണ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനോട് യോജിക്കാന്നുള്ളൊരു അഭിപ്രായം.
പക്ഷെ അവർ മുന്നോട്ട് പ്രൊപ്പോസൽസ് ദാറ്റ് വാസ് ഡിഫറെന്റ്. സോ ക്രിപ്സ് മിഷന്റെ പ്രൊപ്പോസൽസ് വാസ് സെറ്റിംഗ് അപ്പ് ഓഫ് എൻ ഇന്ത്യൻ ഡൊമിനിയൻ. ഒരു ഇന്ത്യൻ ഡൊമിനിയൻ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാന്നുള്ള, എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്രൊപ്പോസൽ. ഡൊമിനിയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ക്രൗണിന്റെ കീഴിൽ, ബ്രിട്ടീഷ് എംപററിന്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര ഭരണാധികാരമുള്ള ഒരു കോളനി, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതില് ബ്രിട്ടീഷ് ഭരണാധികാരിക്ക് പരമാധികാരം ഉണ്ടാവും. അപ്പൊ അതിന്റെ കീഴിൽ നിന്നുള്ള ഒരു ടൈറ്റിൽ ആയിരിക്കും വരും. ഈ അടുത്ത് എനിക്കൊന്ന് സിംബാബ്വെ എങ്ങാനാണ്, അഥവാ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അധികാരം ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അവര് സെസീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ബ്രിട്ടീഷ് രാജാവിന്റെ പരമാധികാരത്തോടു കൂടി സ്റ്റിൽ ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ട് അധികാരമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഡൊമിനിയൻ പദവി, അതാണ് ആദ്യമായിട്ട് അവർ മുന്നോട്ട്. അപ്പൊ അതോടൊപ്പം ഈ ഡൊമിനിയൻ പദവിയോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, ലീഗ് ഓഫ് നാഷൻസ് പോലെയുള്ള സംഘടനകളിൽ ഇന്ത്യക്ക് ജോയിൻ ചെയ്യും, മറ്റൊരു സെപ്പറേറ്റ് രാജ്യത്ത് ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അഥവാ എസ്റ്റാബ്ലിഷ്മെന്റിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാം, ഈ കോമൺവെൽത്തിൽ നിന്ന് സെസീഡ് ചെയ്യാം. കോമൺവെൽത്തിൽ നിൽക്കാതെ സ്വന്തമായിട്ട് രാജ്യമാവാനുള്ള സാധ്യത മാത്രമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വിൽ ബി ഫോം ടു ഫ്രെയിം ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യക്ക് ഒരു സ്വതന്ത്രമായ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു അസംബ്ലിയിലേക്കുള്ള മെമ്പേഴ്സ് അവരെ തിരഞ്ഞെടുക്കുന്നത് പ്രൊവിൻഷ്യൽ അസംബ്ലി എന്നാണ്. പ്രൊവിൻഷ്യൽ അസംബ്ലി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രൊവിൻഷ്യൽ ഇലക്ഷൻസ് നടന്നിട്ടുണ്ട്. പ്രൊവിൻസുകളിൽ പരമാധികാരം കൊടുത്തിട്ടുണ്ട്, അല്ലെ, ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടുണ്ട്, സോവറൈറ്റി കൊടുത്തിട്ടുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നിലവിൽ വന്നിട്ടുണ്ട്. അത്തരത്തിൽ കോൺഗ്രസ് ആയിട്ട് ഭരിച്ചിട്ടുണ്ട്. ചില പ്രൊവിൻസുകളിൽ യൂണിയനിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ലീഗിന് ചിലടത്ത് അധികാരം ഉണ്ടായിരുന്നു. ഇതിന് കംപ്ലീറ്റ് ലെവലിൽ അധികാരം ഉണ്ടായിരുന്നില്ല ലീഗിന്. സോ എനിവേ അത്തരത്തില് പ്രൊവിൻഷ്യൽ അസംബ്ലി തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ് അവർ തെരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാവും. നമുക്കത് പറയാം, അസംബ്ലിയെ കുറിച്ച് ചെറുതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ ഡൊമിനിയൻ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഏതെങ്കിലും പ്രോവിൻസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് യൂണിയൻ ആയിട്ട് നിലനിൽക്കാം. ഇത് നല്ലൊരു ക്ലോസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതോ പഞ്ചാബിന്, അല്ലെങ്കിൽ ബംഗാളിന്, അതല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പ്രോവിൻസിന്, സിന്ധിന്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ചുകൂടി പ്രശ്നഭരിതമായിട്ടുള്ള ഏരിയകൾ, അല്ലെ, മുസ്ലിം മെജോറിറ്റി ഉള്ളത് കൊണ്ട് ഇന്ത്യയിൽ ജോയിൻ ചെയ്യേണ്ടെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്ന പ്രോവിൻസിൽ ഇതായിരുന്നു. അപ്പൊ അവർക്ക് മറ്റൊരു യൂണിയൻ ആയിട്ട് നിലനിൽക്കാം എന്നുള്ള സാധ്യത കൂടി ഈ ഒരു പ്രപ്പോസൽ ഉണ്ട്. മറ്റൊന്ന്, ട്രാൻസ്ഫർ ഓഫ് പവർ ആൻഡ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് വിൽ ബി സേഫ് ഗാർഡഡ് ബൈ നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആൻഡ് ബ്രിട്ടൻ. ബ്രിട്ടനും അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ തമ്മിലുള്ള ചർച്ചകളിലൂടെ എന്ത് ചെയ്യും, രണ്ട് പ്രൊവിൻസുകളിൽ അല്ലെങ്കിൽ 4, 5, 6 പ്രൊവിൻസുകളിൽ ഉള്ള ആൾക്കാർ, കാരണം ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റുന്നുണ്ട് പ്രോവിൻസുകൾ. അപ്പൊ ആ പ്രോവിൻസുകളിലുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സുരക്ഷ, അതൊക്കെ ഉറപ്പുവരുത്തപ്പെടും എന്നുള്ളൊരു ക്ലോസ് കൂടി ഉണ്ട്. കാരണം അത് ഒരു ഭയങ്കര ഇഷ്യൂ ആണ്. മുസ്ലിം മൈനോറിറ്റി ആണെന്നുള്ളൊരു ആർഗ്യുമെന്റ് 928 മുതൽ വരുന്നുണ്ട്, 930 വരുന്നുണ്ട്, 940 മുസ്ലിം സെൽഫ് അസേഷൻ എന്നൊരു സംഭവം വരുന്നുണ്ട്, റൈറ്റ്സ് അസോസിയേഷൻ എന്നൊരു സംഭവം വരുന്നുണ്ട്. പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ആക്ഷൻ പിന്നീട് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കും, അതിനുള്ള നെഗോഷിയേഷൻസ്, ചർച്ചകൾ നടത്തുന്നുള്ള ഒരു പ്രപ്പോസൽ. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ അവസാനത്തിൽ പുതിയൊരു ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ്, അല്ലെ, ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള ഒരു സമിതി ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. പുതിയൊരു ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഗവർണർ ജനറൽ ആയിരിക്കും കംപ്ലീറ്റ് പവർ എന്നല്ല, ഒരു എക്സിക്യൂട്ടീവ് പവർ ആയിട്ട് അദ്ദേഹം ഉണ്ടാകും. അപ്പൊ അദ്ദേഹമാണ് ബില്ലിൽ സൈൻ ചെയ്യാൻ, ആക്ടുകൾ സൈൻ ചെയ്ത് അത് ബില്ലാണ്, ഒരു നിയമം പാസ്സാവണമെങ്കിൽ അദ്ദേഹത്തിന് സൈൻ വേണം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ്. അഥവാ ഒരു ഭരണഘടന നിലവിൽ വരുന്നവരെ ആരാണ് ഹെഡ് എന്നുള്ള അവ്യക്തമാണ്. ഭരണഘടന നിലവിൽ വരുന്നു, അപ്പോൾ പുതിയൊരു ഹെഡ് വരും. അങ്ങനെയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആണ്. 950 ഭരണഘടന നിലവിൽ വരുന്നു, പ്രസിഡന്റ് ഇന്ത്യയുടെ ഹെഡ് ആവും, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആവും. അപ്പൊ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഉണ്ടായത്. ഈ ഒരു പ്രപ്പോസൽസ് ആയിരുന്നു ക്രിപ്സ് മിഷന്റെ പ്രധാനപ്പെട്ട പ്രപ്പോസൽസ്. ഇതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി അഥവാ സോവറൈനിറ്റി കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് അവർ മുന്നോട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അഥവാ പ്രോവിൻസുകൾക്ക് സെപ്പറേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, വേറെ വേറെ യൂണിയനുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമാണ്. അഥവാ ഇന്ത്യയുടെ ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു കോൺസെപ്റ്റ് നഷ്ടം. പഞ്ചാബ് വേറൊരു യൂണിയൻ ആയിട്ട് മാറാൻ പറ്റും, അല്ലെങ്കിൽ മദ്രാസിന് വേറൊരു യൂണിയൻ ആയിട്ട് മാറാൻ പറ്റും, ബംഗാൾ മറ്റൊരു യൂണിയൻ ആയിട്ട് മാറാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രശ്നം ഇതിലുണ്ട്. അതുപോലെ തന്നെ ഗാന്ധി പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഈ ഒരു പ്രപ്പോസൽസിലൊക്കെ ഇവർ പറയുന്നത് വെച്ചാൽ വാറിന് ശേഷം, വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് സംഭവം ഇവര് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പോസ് ചെയ്യും. വാറിൽ വിജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാറ്റിൽ അവസാനിച്ച ശേഷം ഈ ഒരു സംഭവം നമുക്ക് നടപ്പാക്കാന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവർ മുന്നോട്ട്. സോ ഇതിന്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് തന്നെയാണ് ഇന്ത്യക്കാർക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് കൊടുക്കുന്നത്.
അതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷം പിന്നീട് ഒരു സോവറൈൻ കംപ്ലീറ്റ് പരമാധികാര സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞ നേരത്തെ സെസേഷൻ, കോമൺവെൽത്തിൽ നിന്ന് പിരിഞ്ഞു പോവാം എന്നൊരു സാധ്യത അവിടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടീഷന്റെ ഒരു മോഡൽ ഇത് കൊടുക്കുന്നു, നമ്മൾ പറഞ്ഞത് സെപ്പറേറ്റ് യൂണിയനുകളാവാം എന്നൊരു സാധ്യത. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇന്ത്യൻസ് എന്ത് ചെയ്യാം, അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാം, അവരുടെ സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഉണ്ടാക്കാം. ഇത്രയും കാലം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം അല്ലെ, നമ്മൾ ഓരോ ആക്ടുകൾ നമ്മൾ പറഞ്ഞു, റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, അതുപോലെ തന്നെ ചാർട്ടർ ആക്ട് 1813, 1833, 1853, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1857, അങ്ങനെ ഒരുപാട് ആക്ടുകൾ വന്നു. അപ്പൊ അത്തരം ആക്ടുകളാണ് ഇന്ത്യയിൽ നിയമമായിട്ടുണ്ടായിരുന്നത്. ഇനി എന്ത് ചെയ്യാം, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കാം. ഇന്ത്യയിലെ ആൾക്കാർ, മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ചേർന്നിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം കൂടി. അപ്പൊ അതില് ചർച്ചില്, അതേപോലെ തന്നെ വൈസ്രോയ് ലിൻലിത്ഗോ, അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് അമേരി, അപ്പൊ ഇവർക്കൊക്കെ എന്തുണ്ടായിരുന്നു, ഈ ഒരു കാര്യത്തിൽ എതിരെ അഭിപ്രായം. അപ്പൊ അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സോവറൈനിറ്റി പരമാധികാരം കൊടുക്കാൻ പാടില്ല, ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് പോളിസി അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങൾ അത് നിലനിർത്തണം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു അവർക്കുണ്ടായത്. സോ ഇന്ത്യക്കാരുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, ഗാന്ധി എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ഇന്ത്യക്കാരെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബാറ്റിൽ വേൾഡ് വാർ സെക്കൻഡിൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല എന്നൊരു അഭിപ്രായം ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതേ സമയത്ത് നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഓഫർ ചെയ്യുന്നത് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് ആയിരുന്നു. പക്ഷെ ഇന്ത്യക്കാർ ഫുൾ ഇൻഡിപെൻഡൻസ്, ഡൊമിനിയൻ സ്റ്റാറ്റസ് അല്ല, കംപ്ലീറ്റ് പൂർണ്ണ സ്വരാജ് എന്നുള്ള ഒരു സംഭവമായിരുന്നു. ഹിന്ദു സ്വരാജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ മുന്നോട്ട് വെച്ചത്. അപ്പൊ അത്തരത്തില് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് എന്നുള്ള കോൺസെപ്റ്റിനോട് അല്ലെങ്കിൽ ഒരു ആശയത്തോട് ബ്രിട്ടീഷുകാർ സ്വാഭാവികമായിട്ട് പ്രതികരിക്കാൻ നിന്നു. കാരണം അത് അവരുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു. കൺസർവേറ്റീവ് അതുപോലെ തന്നെ ലേബർ പാർട്ടി, ഒരു കോalition ഗവൺമെന്റ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. വിൻസ്റ്റൺ ചർച്ചിലാണ് അത് പ്രധാനമന്ത്രി. സോ അവർക്ക് ഇതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, രാജ്യവ്യാപകമായിട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്നുള്ളൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നു, ഒരു സമരം മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ ആ സമരം ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, അരുണ ആസഫ് അലി ഉൾപ്പെടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നയിക്കും. നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ബാക്കിയുള്ള ഏകദേശം എല്ലാ നേതാക്കന്മാരും അന്ന് അറസ്റ്റ് ചെയ്തു. സോ മുസ്ലിം ലീഗ് ഇത് റിജക്ട് ചെയ്ത് മറ്റു പല കാരണങ്ങളാണ്. ഒന്ന്, അവരെന്ത് ചെയ്തിട്ടില്ല, ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അഥവാ അവസാനം നടന്നിട്ടുള്ള ഡിസ്കഷനുകളിൽ കോൺഗ്രസ് മാത്രമായിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടുള്ളത്. ലീഗിനെ എന്ത് ചെയ്തിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, പാകിസ്ഥാൻ എന്നുള്ള ഒരു കൃത്യമായ, പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ് ചെയ്യോ അല്ലെങ്കിൽ ഇന്ത്യയെ പാർട്ടിഷൻ ചെയ്യോ എന്നുള്ള കൃത്യമായിട്ടൊരു ക്ലോസ് അതിലില്ല എന്നുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്തു, അതിനെ എതിർത്തു. സ്റ്റിൽ അവര് തുടക്കത്തിൽ ഇനീഷ്യലി അവർ കുറച്ചുകൂടി താല്പര്യപൂർവ്വമായിരുന്നു അത് കണ്ടിരുന്നത്. ചില ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങളോട് യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ നിലപാട് മാറ്റും. സോ അവിടെ അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ പോലെയുള്ള മറ്റു സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ കീഴിലുണ്ടായിരുന്നു ഹിന്ദു മഹാസഭയിലെ നേതാക്കന്മാർ. നിങ്ങൾക്കറിയാം, മദൻ മോഹൻ മാളവ്യ അദ്ദേഹമായിരുന്നു ഗാന്ധിയുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. അദ്ദേഹമാണ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിയോടൊപ്പം പങ്കെടുത്തത്. സോ ഒരു ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ ചെറിയ മൃദു ഹിന്ദുത്വ ഐഡിയോളജി ഉള്ള ആൾക്കാർ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഒരു സിംഗിൾ യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഐഡിയ ഒക്കെ എതിരാണ് ഈ ഒരു കോൺസെപ്റ്റ്. കാരണം ചില പ്രോവിൻസുകൾക്ക് എന്ത് ചെയ്യാം, സെസീഡ് ചെയ്തിട്ട് മറ്റൊരു യൂണിയൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഇതിലുണ്ട്. അപ്പൊ അത് ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഗാന്ധി ഇതിനെ വിളിച്ചതെന്ന് വെച്ചാൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ഫെയിലിംഗ് ബാങ്ക്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നുണ്ട്, സാമ്രാജ്യം തകരുന്നുണ്ടെന്ന് മാത്രമല്ല, അവര് ഈ ഒരു സംഭവം തരാന്ന് പറയുന്നത് ആഫ്റ്റർ ദി വാർ, യുദ്ധത്തിന് ശേഷമാണ്. സോ നമുക്കിത് ആവശ്യമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഗാന്ധി മുന്നോട്ട്. സോ ഇതിനുശേഷം അപ്പോൾ ക്രിപ്സ് മിഷൻ പരാജയമാണ്. ക്രിപ്സ് മിഷന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിജയിച്ചില്ല. കാരണം ഇന്ത്യക്കാർ അതിനോട് സപ്പോർട്ടീവായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും അത് നടക്കണം എന്നുള്ള താല്പര്യം ഇല്ലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ വിൻസ്റ്റൺ ചർച്ചിൽ, അതേപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അവർക്കൊന്നും ഇതിൽ താല്പര്യമില്ലായിരുന്നു. സോ ആഫ്റ്റർ ദി വാർ, ഇപ്പോ സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കും 1945. അപ്പൊ ഇതിന് ശേഷം അധികാരത്തിൽ നിന്ന് ലേബർ പാർട്ടി സ്വാഭാവികമായിട്ട് ലേബർ പാർട്ടി കുറച്ചുകൂടി ലിബറൽ ആറ്റിറ്റ്യൂഡ് ഉള്ള, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരു പാർട്ടിയാണ്. അവരുടെ നേതാക്കന്മാർക്കും അത്തരത്തിലുള്ള ഒരു ലെഫ്റ്റ് ഐഡിയോളജിയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ്ലി. സോ പുതിയ പ്രൈം മിനിസ്റ്റർ ക്ലെമന്റ് ആറ്റ്ലി, അപ്പൊ അദ്ദേഹം ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു,
ഒരു മിഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ എങ്ങനെയാണ് പവർ ട്രാൻസ്ഫർ, ഇന്ത്യക്കാർക്ക് സമ്പൂർണ്ണ അധികാരം കൊടുക്കാം, അവരെ അധികാരം ഏൽപ്പിക്കാം, അവർ ഭരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇന്ത്യയിലേക്ക് ആൾക്കാരെ 946. സോ അതിലുണ്ടായത് മെമ്പേഴ്സ് ബെത്തിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിപ്സ് മിഷന്റെ അതിന്റെ എന്താ പറയാ ഹെഡായിട്ടുണ്ടായിരുന്ന സ്റ്റെഫോർഡ് ക്രിപ്സ്, മിനിസ്റ്റേഴ്സ് ആണ് ആൻഡ് എ വി അലക്സാണ്ടർ. സ്വാഭാവികമായിട്ട് ഇന്ത്യയിലേക്ക് ഉള്ള മിഷനുകളൊക്കെ ഉണ്ടാവുക ഒന്നുകിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും, മറ്റൊന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അഥവാ ഇതിന്റെ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് അല്ലെങ്കിൽ എലമെന്റ് ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. അഥവാ ലണ്ടൻ ഇന്ത്യയുടെ അല്ലെങ്കിൽ കൊളോണിയൽ താല്പര്യങ്ങളൊക്കെ അതിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആള് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കോളനികളിൽ അതിനെ റെപ്രസെന്റ് വൈസ്രോയിമാരെ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരാണ് പൊതുവെ ഇതിലുണ്ടാകും. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഈ ഒരു മിഷൻ ക്യാബിനറ്റ് മിഷന്റെ ഒബ്ജക്റ്റീവ് ഇന്ത്യൻ ലീഡേഴ്സ് ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന ഫ്രെയിം ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനം. അതുപോലെ തന്നെ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി, നിയമനിർമ്മാണ സമിതി അതിനെ രൂപീകരിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടാക്കുക. എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഒരു ഭരണഘടന ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ഇന്ത്യ ഭരിക്കാൻ ആൾക്കാർ വേണം സ്വാഭാവികം. അപ്പൊ ആ ഒരു ഇന്ററിം ടൈമിൽ, ഒരു ഇടക്കാല അളവിൽ ആരാണ് ഭരിക്കേണ്ടത്, അപ്പൊ അതിന്റെ സിസ്റ്റം എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ്, അപ്പൊ അതുകൂടി ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക്. സോ ക്യാബിനറ്റ് മിഷൻസിന്റെ പ്രപ്പോസൽ ഫസ്റ്റ്, ദ ഡൊമിനിയൻ ഓഫ് ഇന്ത്യ വുഡ് ബി ഗ്രാന്റഡ് ഇൻഡിപെൻഡൻസ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഡൊമിനിയൻ എന്നുള്ള ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ഇതില് ഈ ഒരു സംഭവത്തില് ആ ഡൊമിനിയൻ എന്നുള്ളത് മാറിയിട്ട് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നൽകാമെന്നൊരു ഐഡിയ അവർ മുന്നോട്ട് വെക്കും. പക്ഷേ വിതൗട്ട് എനി പാർട്ടീഷൻ, ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാഷ്ട്രങ്ങളായി വിഭജിക്കാതെ ഒറ്റ രാജ്യമായിട്ട് എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻസ് കൊടുക്കാമെന്നൊരു ഐഡിയ ആയിരുന്നു ആദ്യം ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെക്കും. അപ്പോൾ ഇത്തരത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ പാർട്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയേഷ ജലാലൊക്കെ പറയുന്നത്, അയേഷ ജലാൽ പാകിസ്ഥാനി ഹിസ്റ്റോറിയൻ ആണ്. പക്ഷെ അവരെയൊക്കെ ഇഗ്നോന്റെ ടെക്സ്റ്റ്, ഇതിൽ നമ്മൾ ഇത്തരം എന്താ കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾക്ക് റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്കാണ്, പി ജിയുടെയും അതുപോലെ തന്നെ അവരുടെ യു ജിയുടെ ഒക്കെ ടെക്സ്റ്റ്. അപ്പൊ അതിലൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ജിന്നക്ക് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഒക്കെ വേണമായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് സമാനമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ മുസ്ലിങ്ങൾക്ക് വേണമായിരുന്ന ഐഡിയ ആയിരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഹി വാസ് ആർഗ്യൂയിങ് ഫോർ പാകിസ്ഥാൻ. പക്ഷേ അത് പിന്നീട് എന്ത് ചെയ്തു, പാകിസ്ഥാൻ വേണമെന്നൊരു പ്രൊപ്പഗാൻഡ വളരെ വലിയൊരു പ്രൊപ്പഗാൻഡയായിട്ട് വളരുന്നു. അപ്പൊ അത് ബാക്ക്ഫയർ ചെയ്യുന്നു, മറ്റൊരു രാജ്യം ഇന്ത്യയെ പാർട്ടീഷൻ ചെയ്ത് മറ്റൊരു രാജ്യമാക്കാനുള്ള ഐഡിയ വളരുന്നു. അങ്ങനെയാണ് പാർട്ടീഷൻ ഉണ്ടാകുന്ന എന്നുള്ളൊരു അഭിപ്രായം ഒരുപാട് സ്കോളേഴ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതല്ല, പാകിസ്ഥാൻ വേണമെന്നുള്ള അഭിപ്രായത്തിൽ ജിന്ന അഡാമന്റ് ആയിരുന്നു എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെക്കുന്ന ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ഒക്കെ ഉള്ള പുസ്തകങ്ങൾ വേറെയുണ്ട്. സോ എനിവേ, ഫസ്റ്റ് ഐഡിയ വിതൗട്ട് പാർട്ടീഷൻ, ഇന്ത്യയെ വിഭജിക്കാതെ രണ്ട് രാഷ്ട്രങ്ങളാക്കാതെ ഒറ്റ രാജ്യമായിട്ട് ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കൊടുക്കാം എന്നുള്ളതായിരുന്നു. സോ ഈ ഒരു ഐഡിയ എന്ത് ചെയ്യുന്നു, പാർട്ടികൾ, എല്ലാ പാർട്ടികളും തള്ളുന്നു, റിജക്ട് ചെയ്യുന്നു. അപ്പൊ അതിന് വേറെയും കാരണങ്ങളുണ്ട്. കാരണം ആ ഒരു ഐഡിയയിൽ പ്രോവിൻസുകളെ, ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റേൺ പ്രോവിൻസ്, മദ്രാസ്, സെൻട്രൽ പ്രോവിൻസ്, യു പി, ബീഹാർ, ബോംബെ, ഒറീസ, പഞ്ചാബ്, ഈ പ്രോവിൻസുകളെ 3 കാറ്റഗറി ആയിട്ട് വിഭജിക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാറ്റഗറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രൂപ്പ് എയിലുള്ളത് മദ്രാസ്, സെൻട്രൽ പ്രോവിൻസസ്, യു പി, ബീഹാർ, ബോംബെ, ഒറീസ, ഹിന്ദു മെജോറിറ്റി പ്രോവിൻസുകൾ. സെക്കൻഡ് ഗ്രൂപ്പ് ബി, പഞ്ചാബ്, സിന്ധ്, നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസ് ആൻഡ് ബലൂചിസ്ഥാൻ, മുസ്ലിം മെജോറിറ്റി പ്രോവിൻസ്, നോർത്തിലുള്ള പ്രോവിൻസുകളാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് നിങ്ങൾക്ക് അറിയാം. സോ ഗ്രൂപ്പ് സി, ബംഗാൾ ആൻഡ് ആസാം, ബംഗാളും ആസാം രണ്ടും മുസ്ലിം മെജോറിറ്റി പ്രദേശങ്ങളാണ്. പിന്നീട് ഇത് എന്ത് ചെയ്യുന്നു, ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് ബംഗ്ലാദേശായി മാറും അല്ലെ, ബംഗാൾ അങ്ങനെയാണ്, പിന്നീട് ബംഗ്ലാദേശായി മാറും. സോ ഇത്തരത്തിൽ 3 കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാം, പ്രോവിൻസുകളെ വിഭജിക്കാം. അപ്പൊ അതിൽ സെൻട്രൽ ഗവൺമെന്റ്, ഒരു സെൻട്രൽ ഗവൺമെന്റ്, ബാക്കി പ്രോവിൻഷ്യൽ ഗവൺമെന്റ്. ഈ പ്രോവിൻഷ്യൽ ഗവൺമെന്റ് 3 ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാനുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ അതിൽ സെൻട്രൽ ഗവൺമെന്റിന് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, അത് കമ്മ്യൂണിക്കേഷൻസ്, കറൻസി, ഈ അധികാരം ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ അധികാരങ്ങളും പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു പോളിസി ആയിരുന്നു ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ 359 അംഗങ്ങളുള്ള ഒരു നിയമനിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇന്ററിം ഗവൺമെന്റ്, ഒരു ഇടക്കാല ഭരണകൂടം എസ്റ്റാബ്ലിഷ് ചെയ്യാം. പുതിയ ഒരു ഭരണകൂടം നിലവിൽ വരുന്നതിന് മുമ്പ് ഒരു ഇന്ററിം ഗവൺമെന്റ്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഈ ഒരു ഐഡിയ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ പ്രോവിൻസുകൾക്ക് പരമാധികാരം കൊടുത്തിട്ട് സെന്ററിന് വളരെ കുറച്ച് അധികാരങ്ങൾ മാത്രം കൊടുത്തു. അപ്പൊ അത് പ്രശ്നമാണ്. ഒരു വീക്ക് സെന്റർ എന്നുള്ളത് ഒരു ഫെഡറൽ സിസ്റ്റത്തിന്
വലിയ പ്രശ്നമാണെന്നുള്ള ഒരു ഐഡിയ കോൺഗ്രസ് മുന്നോട്ട്. പക്ഷെ മുസ്ലിം ലീഗിന് ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം മുസ്ലിം ലീഗിന് മുസ്ലിം മെജോറിറ്റി പ്രോവിൻസുകളെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, രണ്ടു തരം ഗ്രൂപ്പുകളാക്കുന്നുണ്ട്. പ്രോവിൻസുകൾക്ക് പരമാധികാരമല്ല ഓൾമോസ്റ്റ് അധികാരങ്ങൾ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ കോൺഗ്രസിന് റിലീജിയൻ ബേസ് ചെയ്തിട്ട് പ്രോവിൻസുകളെ ഡിവൈഡ് ചെയ്യുന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ സെന്റർ വീക്കാണ്, പ്രോവിൻസുകളിൽ കൂടുതൽ പവർ ലഭിക്കുന്ന പ്രശ്നം അതിലുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു സെക്കൻഡ് പ്ലാന് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെക്കുന്നു. ഈ ഒരു പ്ലാനാണ് ഇന്ത്യയെ എന്ത് ചെയ്യുന്നു, ഒരു ഹിന്ദു മെജോറിറ്റി ഇന്ത്യ, അതുപോലെ ഒരു മുസ്ലിം മെജോറിറ്റി ഇന്ത്യ, പിന്നീട് പാകിസ്ഥാൻ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. അപ്പൊ അത്തരത്തിൽ പാർട്ടീഷൻ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഇത് മുന്നോട്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ, എന്താ പറയാ, നാട്ടുരാജ്യങ്ങളുണ്ട്, 560ഓളം നാട്ടുരാജ്യങ്ങൾ. ആ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിലനിൽക്കാം എന്നുള്ളൊരു ഐഡിയ ആണ് അടുത്ത രണ്ടാമതൊരു പ്ലാൻ വരുന്നത്. അപ്പൊ ഈ ഒരു പ്ലാനോട് കൂടി എന്ത് ചെയ്യുന്നു, വൈസ്രോയി ഏകദേശം 14 ആൾക്കാരെ ഇന്ത്യൻ ഗവൺമെന്റ്, ഒരു ഇടക്കാല ഗവൺമെന്റ് ഭരണകൂടം ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കും. അപ്പൊ അതിൽ 5 കോൺഗ്രസ് എന്നുള്ള മെമ്പേഴ്സ്, ലീഗ് എന്നുള്ള 5 മെമ്പേഴ്സ്, സിഖ്, പാർസി, അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിസ്ത്യൻ ജോൺ മത്തായി ആണ്, മലയാളിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ ആൾക്കാർ, ഇങ്ങനെ 14 ആൾക്കാരെയാണ് വൈസ്രോയി ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കോൾ മുസ്ലിം ലീഗ് ഡിക്ലൈൻ ചെയ്യുന്നു. മുസ്ലിം ലീഗ് ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഈ ഒരു ഇടക്കാല ഭരണകൂടത്തിൽ ഗവൺമെന്റിൽ ഞങ്ങൾ പങ്കാളികളാവില്ല എന്ന് പറയും. അങ്ങനെ കോൺഗ്രസിനെ ലീഗിന്റെ അംഗങ്ങളെ കൂടാതെ മറ്റു ലീഗുകാരല്ലാത്ത 3 മുസ്ലിങ്ങളെ കൂടി ചേർത്ത് 12 പേരുള്ള ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നു. പിന്നീട് കുറച്ച് ഡിസ്കഷനുകൾക്ക് ശേഷം, നെഹ്റു ജിന്ന ഡിസ്കഷനുകൾക്ക് ശേഷം, ലിയാഖത്ത് അലി നെഹ്റു ഡിസ്കഷനുകൾക്ക് ശേഷം ലീഗ് പിന്നീട് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ലിയാഖത്ത് അലി ഖാൻ, അതുപോലെ തന്നെ ആസിഫ് അലി തുടങ്ങിയുള്ള ആൾക്കാർ ഫിനാൻസ്, അതുപോലെ തന്നെ ലോ തുടങ്ങിയ മുസ്ലിങ്ങളുടെ മന്ത്രിമാരായിട്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെയാണ് ഓഗസ്റ്റ് 16, 1946 കോൺഗ്രസ് ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ, അഥവാ പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ആക്ഷൻ നടത്തണം എന്നുള്ള കോൺസെപ്റ്റോട് കൂടി രാജ്യമൊട്ടാകെ എന്ത് ചെയ്യുന്നു, പാകിസ്ഥാന് വേണ്ടിയുള്ള വാദം ഉയരുന്നു. അത് നമ്മുടെ കേരളത്തിൽ അടക്കം ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഈ ഇലക്ഷൻ നടന്നിട്ടുള്ള പ്രൊവിൻഷ്യൽ ഇലക്ഷനുകളിൽ 11 പ്രൊവിൻസുകളിൽ 8 പ്രൊവിൻസുകളുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ. ബംഗാളിൽ, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിൽ ലീഗ് അധികാരത്തിൽ വരും, സിന്ധിൽ. സോ അടുത്തൊരു ആക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംബന്ധിച്ച് ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്കാണ് മൗണ്ട് ബാറ്റൺ കടന്നു വരുന്നത്. ഇന്ത്യയുടെ ട്രാൻസ്ഫർ ഓഫ് പവർ സാധ്യമാക്കണം, ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയോട് കൂടി മൗണ്ട് ബാറ്റൺ വൈസ്രോയി ആയിട്ട് വരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഐഡിയ എന്നുള്ളത് എങ്ങനെ ഇന്ത്യ എന്ത് ചെയ്യണം, പാർട്ടീഷൻ ചെയ്തിട്ടോ അല്ലാതെയോ ഇന്ത്യക്ക് അവരുടെ പവർ കൈമാറണം, ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയിലേക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്ലാൻ ആണ് ജൂൺ 3 പ്ലാൻ എന്ന പേരിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഈ ഒരു ആക്ട് ഇന്ത്യ ആയിട്ടും, അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യ ആയിട്ടും പാകിസ്ഥാനായിട്ടും 2 രാജ്യങ്ങളെ യോജിക്കാന്നുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നു. അത് കോൺഗ്രസ് അംഗീകരിക്കുന്നു. ജൂൺ 3 കോൺഗ്രസ് അംഗീകരിക്കുന്നത്. അപ്പോ ഈ ഒരു പ്ലാന്റെയും ഇനീഷ്യൽ ഐഡിയ എന്ന് പറയുന്നത് പ്രോവിൻസുകൾ, ഓരോ പ്രവിശ്യകൾക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കാം, സ്വാതന്ത്ര്യം കൊടുക്കാം. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടോ, ഒരു യൂണിയൻ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള അധികാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പ്ലാൻ എടുക്കും, പ്രൊവിൻസുകൾക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കാന്നുള്ള ഐഡിയ ഉള്ളൂ. നെഹ്റു ഒബ്ജക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഐഡിയ, അഥവാ രാജ്യം പല കഷ്ണങ്ങളായി പോകുന്നുള്ള ഒരു പ്രശ്നം പറയും. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ പ്രൊവിൻസുകൾക്ക് പരമാധികാരം കൊടുക്കുക എന്നുള്ള ഐഡിയ ഒഴിവാക്കും. അങ്ങനെ പിന്നീട് അടുത്ത് ഒരു ഐഡിയ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, 2 രാജ്യങ്ങളായി വിഭജിക്കാം, പ്രൊവിൻസുകൾക്ക് പരമാധികാരം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഇല്ല. മറിച്ച് ബംഗാളും പഞ്ചാബും അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമനിർമ്മാണ സഭകള്, അവർക്ക് എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം, പാർട്ടീഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളതിൽ വോട്ട് ചെയ്യാം. അല്ലെങ്കിൽ കംപ്ലീറ്റ് പാകിസ്ഥാനിൽ പോകണം, കംപ്ലീറ്റ് ഇന്ത്യയിൽ ചേരണം, അതിൽ വോട്ട് ചെയ്യാം. അതിൽ വോട്ടിനിടുന്നു, അത് പാർട്ടീഷന് അനുകൂലമായിട്ട് വോട്ട് വരുന്നു. അങ്ങനെ ചില ഭാഗങ്ങൾ പാകിസ്ഥാനും ചില ഭാഗങ്ങൾ ഇന്ത്യയിലും ആവും. അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിൽ ഒരു റഫറൻഡം, എവിടേക്കാണ് പോകേണ്ടതിനെ കുറിച്ച് ഒരു റഫറൻഡം നടത്തുന്നു. സ്വാഭാവികമായിട്ട് അത് പാകിസ്ഥാനെ ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആസാമിലും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഇനി ഇത്തരം 2 രാജ്യങ്ങളായിട്ട് യോജിക്കപ്പെടുമ്പോൾ 2 രാജ്യങ്ങളുടെ അതിർത്തികൾ തീരുമാനിക്കുന്ന ഒരു ബോർഡർ കമ്മിറ്റി, അപ്പൊ അതിർത്തി വരയ്ക്കാൻ വേണ്ടി കമ്മിറ്റിയെ ഏൽപ്പിക്കാന്നുള്ള ഐഡിയ കൂടി മുന്നോട്ട്, ഒരു പ്രപ്പോസൽ കൂടി മുന്നോട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് റാഡ്ക്ലിഫ് ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് 5 ആഴ്ചകൾ നൽകുന്നു. അപ്പൊ അദ്ദേഹം 5 ആഴ്ചകൾക്കുള്ളിൽ ഇന്ത്യയുടെ കൾച്ചറോ സൊസൈറ്റിയോ പൊളിറ്റിക്സോ ഒന്നും അറിയാതെ, കമ്മ്യൂണൽ ലൈൻസോ ഒന്നും അറിയാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, തന്റേതായിട്ടുള്ള ഒരു മാപ്പ് അങ്ങ് വരയ്ക്കും. അത് 947 വലിയ രീതിയിലുള്ള കലാപങ്ങൾക്ക് കാരണമാകുന്നു. സോ 947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ 2 ഇന്ത്യയും പാകിസ്ഥാൻ 2 ഡോമിനൻസ് ആയിട്ട് അധികാരം കൊടുക്കാനുള്ള ഒരു പ്രപ്പോസലാണ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് 947 മുന്നോട്ട് വെച്ചത്.
സോ അതോടുകൂടി ബ്രിട്ടീഷ് സുതറാനിറ്റി അവസാനിക്കുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റുകൾ അഥവാ നാട്ടുരാജാക്കന്മാര് അതുവരെ ഒരു വാസൽസ് പോലെയാണ് അധികാരം കൈയാളിയിരുന്നത്. അപ്പൊ അവരുടെ മേലുള്ള അധികാരവും എടുത്തു കളഞ്ഞു. അപ്പൊ ഏകദേശം 560ഓളം പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അപ്പൊ അതിൽ വളരെ രസകരമായ കഥകളൊക്കെ ഉണ്ട്. ജോധ്പൂരിലെ രാജാവ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ അവസാന നിമിഷം കൃഷ്ണമേനോനും അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ തോക്ക് കാണിച്ച് പേടിപ്പിച്ചിട്ടൊക്കെയാണ് ഇന്ത്യയിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകളുണ്ട് ഇന്ത്യയിൽ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ജോയിൻ ചെയ്ത്. നൈസാം പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാനുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് എന്തായാലും ഏകദേശം 560ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് വരെ ഗവർണർ ജനറൽസ്, ഇന്ത്യക്കും പാകിസ്ഥാനും 2 ഗവർണർ ജനറൽസിനെ രാജ്യത്തിന്റെ ഹെഡായിട്ട് തലവന്മാരായിട്ട് നിയമിക്കാനുള്ള പ്രൊപ്പോസൽ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതുപ്രകാരം ഇന്ത്യയുടെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ, അതുകൊണ്ടാണ് 948 അല്ലെ 948 ജനുവരി 30 ഗാന്ധി വെടിയേറ്റ് മരിക്കുമ്പോൾ മൗണ്ട് ബാറ്റനാണ് ഉറക്കെ വിളിച്ചു പറയുന്നത്. ഇറ്റ് ഇസ് എ ഹിന്ദു, ഇതൊരു മുസ്ലിം അല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത്. ഇതിന് അറിയില്ലായിരുന്നു ആരാണ് ഈ ഷൗട്ട്. ഹി വാസ് ഗവർണർ ജനറൽ. അപ്പൊ അങ്ങനെ അതിനുശേഷം പാകിസ്ഥാന്റെ ഗവർണർ ജനറൽ ആയിട്ട് മാറുന്നത് ജിന്നയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഏകദേശം 946 മുതൽ 49 വരെ 3 വർഷം എടുത്തിട്ടാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യയുടെ ഈ ഒരു നിയമനിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി, അപ്പൊ അതിനെ കുറിച്ച് ചെറുതായിട്ട് സൂചിപ്പിക്കാൻ നമുക്ക് അവസാനം. സോ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തെരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പൊ അതിലുള്ള ഇലക്ഷൻ ഇൻഡയറക്ട് ഇലക്ഷൻ ആണ്. അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ, പ്രൊവിൻഷ്യൽ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ അവരാണ് എന്ത് ചെയ്തത്, ഈ ഒരു നിയമനിർമ്മാണ സഭയിലേക്കുള്ള അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തത്. അപ്പൊ അത്തരത്തിൽ കോൺഗ്രസ് ആണ് സ്വാഭാവികമായിട്ട് ഏകദേശം 8ഓളം പ്രോവിൻസുകളിൽ അന്ന് കോൺഗ്രസ് ആണ് അധികാരത്തിലുണ്ടായത്. സോ 69% സീറ്റുകൾ കോൺഗ്രസ് വിജയിക്കും. ബാക്കി സീറ്റുകൾ ലീഗും മറ്റു പാർട്ടികളൊക്കെ വിജയിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഗ് എന്ത് ചെയ്യുന്നില്ല, ഇതിൽ പാർട്ടിസിപ്പേറ്റ്, ഈക്വൽ റെപ്രസെന്റേഷൻ ഇല്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു. സോ എനിവേ 389 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ രൂപീകരണത്തിന് ശേഷം ഒരുപാട് മെമ്പേഴ്സ് പാകിസ്ഥാനിലേക്ക് പോയി. സോ അത് പിന്നീട് 299 90ഓളം മെമ്പേഴ്സ് പാകിസ്ഥാനിൽ പോയി. സോ 299 മെമ്പേഴ്സ് ആയി 1947 ഓഗസ്റ്റ് 15 ശേഷം. അപ്പൊ ഈ ഒരു 299 അംഗങ്ങളിൽ 70 പേർ പ്രിൻസ്ലി സ്റ്റേറ്റ് നാട്ടുരാജാക്കന്മാർ നോമിനേറ്റ് ചെയ്ത ആൾക്കാരായിരുന്നു. 229 പേര് നേരിട്ട് ഇത്തരം പ്രോവിൻസുകളിൽ നിന്ന് ഇൻഡയറക്ട് ഇലക്ഷനിലൂടെ വന്ന ആൾക്കാർ. സോ ഇത്തരത്തില് BR അംബേദ്കർ ആയിരുന്നു ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. പക്ഷേ ഈ ഒരു അസംബ്ലിയുടെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ അതിൽ ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 16 പല കമ്മിറ്റികളെ തെരഞ്ഞെടുക്കും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ കമ്മിറ്റി. അപ്പൊ അതിലുള്ള യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ നെഹ്റു ആയിരുന്നു. നെഹ്റു പിന്നെയും ഒരുപാട് കമ്മിറ്റികളുടെ ചെയർമാനാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ, അപ്പൊ അതിന്റെ ചെയർമാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ചെറിയൊരു ഐഡിയ ഇതുകൂടി പറയണം. സോ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആദ്യമായിട്ട് കൺവീൻ ചെയ്യുന്നത് അവർ മീറ്റ് ചെയ്ത് ഡിസംബർ 9, 1946 അപ്പൊ 14 ഓഗസ്റ്റ് 1946 ഓഗസ്റ്റ് 14 കമ്മിറ്റികളെ കോൺസ്റ്റിറ്റ്യൂഷൻ ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി, നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്, സെൻട്രൽ, അതുപോലെ തന്നെ മറ്റു പല മൈനോറിറ്റി റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊക്കെയുള്ള പല എന്താ പറയാ അവകാശങ്ങൾ കൊണ്ട് കമ്മിറ്റികൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പല റെസൊല്യൂഷനുകളും, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന ഇന്ത്യയുടെ പ്രിയാമ്പിൾ, ഇന്ത്യയുടെ ആമുഖത്തിൽ പറയുന്ന ഓരോരുത്തരുടെയും ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ അവരുടെ ഈക്വൽ റൈറ്റ്സ്, ഇക്വാലിറ്റി, നീതി, ജസ്റ്റിസ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സോ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഹെഡ്. അദ്ദേഹം 1948 ഫെബ്രുവരി ഈ ഒരു അസംബ്ലിയുടെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. പിന്നെ അത് ഇന്ത്യക്കാർക്ക് മൊത്തം അത് വിട്ടുകൊടുക്കും. ഏകദേശം 8 മാസത്തോളം രാജ്യത്തെ വിവിധ പൗരന്മാരിൽ നിന്ന് അതിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനെ 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തു. അഥവാ അതിന്റെ എല്ലാ ഡ്രാഫ്റ്റും കഴിഞ്ഞിട്ട് ഭരണഘടന പൂർണ്ണമാണ്. 950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഎഫക്റ്റീവ്, അത് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നു. അപ്പൊ അതോടുകൂടി ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നു. അപ്പൊ ആ ഒരു ദിവസത്തോടു കൂടി എന്ത് ചെയ്യുന്നു, നേരത്തെ 946 മുതൽ സ്ഥാപിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ അസാധുവാകുന്നു. ഇപ്പോ
അത്തരത്തിൽ അതിനുശേഷം എന്ത് ചെയ്യുന്നു. പക്ഷേ ഒരു പ്രൊവിഷണൽ പാർലമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് തുടരുന്നു. കാരണം 952 ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നത്. അപ്പൊ അതുവരെയുള്ള ഒരു പ്രൊവിഷണൽ പാർലമെന്റ് ആയിട്ട് പിന്നീട് അത് മാറും. ഇന്ത്യയിൽ എല്ലാ ലോകത്തെ ഏറ്റവും ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 395 ആർട്ടിക്കിളുകൾ, അതുപോലെ തന്നെ 12 ഷെഡ്യൂളുകളായിട്ടാണ് ഈ ഒരു ഇന്ത്യയുടെ ഭരണഘടന ഉള്ളത്. സോ ദാറ്റ്സ്